നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 62 ലക്ഷത്തോളം പേര് നേടുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 3200 രൂപ അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. മാസത്തിലെ ഒരു ഗഡുവും കുടിശ്ശികയായിട്ടുണ്ടായിരുന്ന ഒരു ഗഡുവും കൂടി, അതായത് 1600 + 1600 3200 രൂപയാണ് ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുക. പലരും പല അക്കൗണ്ടുകളും, അതായത് പല ബാങ്കുകളും ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്താൻ അതിൻ്റേതായിട്ടുള്ള സമയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ കിട്ടാത്തവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ക്യാഷ് എത്തുന്നതായിരിക്കും. കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും. അതായത് സേവനയുടെ അക്കൗണ്ടിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഇപ്പോൾ നിങ്ങളുടെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് അറിയാം, കുറച്ച് പേർക്കെങ്കിലും നേരിട്ട് തുക എത്തുന്നുണ്ട്. അതായത് സഹകരണ സംഘങ്ങൾ വഴി അവർക്കുള്ള തുക എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. പക്ഷെ എന്നാലും 2-3 ദിവസം ചിലപ്പോൾ കാലതാമസം ഉണ്ടാകും. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ക്ഷേമ പെൻഷനിൽ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വിഹിതം വരുന്നവർക്ക് 500, 300, 200 രൂപ കുറവായിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ക്യാഷ് എത്തിയിട്ടുണ്ടാകുക. അത് ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്ക് ശേഷം ആ തുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. താങ്ക്